എൻ്റെ ഒരു അഭിപ്രായം പെർഫ്യൂം ഒരിക്കലും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ലോങ്ജിവിറ്റി അല്ലെങ്കിൽ കോംപ്ലിമെൻസിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മൾ ഒരിക്കലും ഒരു പെർഫ്യൂമിനെ സമീപിക്കരുത്. ഫലം നിരാശയായിരിക്കും. കാരണം വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പൈസ മുടക്കുന്ന ആരാണോ അവരാണ് എൻജോയ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, ഒരു ഷൂ വാങ്ങുന്നത് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ താല്പര്യം നോക്കിയിട്ടാണോ വാങ്ങുന്നത്? അല്ല, നമ്മുടെ ഇഷ്ടത്തിനല്ലേ. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിഷയമായിട്ട് വരുന്നത്? അത് നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് മണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളത്. അതിനപ്പുറം ബാക്കി എക്സ്ട്രാ ഒരു ആഡ് ഓൺ ആണ് ഈ കോംപ്ലിമെൻറ്റും മറ്റ് ഫാക്ടറുകളൊക്കെ. പക്കാ ജെൻറ്റിൽമാൻ ടൈപ്പുമാണ്, എന്നാൽ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ടൈപ്പുമാണ്. ഇത് ഏത് കാറ്റഗറിയിലുള്ളവർക്കും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, വളരെ ഇനോഫൻസീവ് ആർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ക്ലിനിക് ഹാപ്പി ഫോർ മെൻ എന്നൊരു പെർഫ്യൂമാണ്. ചിലർക്കെങ്കിലും വളരെ പരിചിതമായിട്ടുള്ളൊരു പെർഫ്യൂമാണ്, കാരണം ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന ചിലരുടെയെങ്കിലും കയ്യിൽ ഈ ഒരു പെർഫ്യൂം ഉണ്ടായിരിക്കും. ഈ ഒരു പെർഫ്യൂമിൻ്റെ വിശേഷങ്ങളാണ് ഇന്നെനിക്ക് പറയാനുള്ളത്. 100 ml ആണ്. ബോക്സ് പറയത്തക്ക പ്രത്യേകമൊന്നുമില്ല. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബോക്സ്, ഓറഞ്ച് കളർ. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് പെർഫ്യൂം. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ കണ്ടിട്ട് വലിയ ഒരു ആഡംബരം തോന്നുന്ന ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള പെർഫ്യൂം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റിയും അങ്ങനെ തന്നെ. ഒരു പ്ലാസ്റ്റിക് ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ ബോട്ടിലിനെ കുറിച്ച് പറയാനും. ഇനി ഇതിൻ്റെ നോട്ട് കൊടുത്തിട്ടുള്ളത്, ടോപ്പ് നോട്ടിൽ മാൻഡറിൻ ഓറഞ്ച്, ലൈം, സീ നോട്ട്സ്, ലെമൺ, ഗ്രീൻ നോട്ട്സ്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഫ്രീസിയ, ജാസ്മിൻ, ലിലി ഓഫ് ദ വാലി, റോസ്. ബേസ് നോട്ടിൽ വരുമ്പോൾ സൈപ്രസ്, മസ്ക്, സീതാർവുഡ്, ഗുവൈക്കൂട്ട്. ഇത്രയാണ് ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു പെർഫ്യൂം 1999 ഈ ഒരു പെർഫ്യൂം ഇറങ്ങി. ഏകദേശം 25 വർഷമായി നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട്, മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഏകദേശം 25 വർഷമായി. സ്പ്രെയർ അത്ര വലിയ ഗുണമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള സ്പ്രെയറിൻ്റെ ഒക്കെ ക്വാളിറ്റി നമുക്ക് ഊഹിക്കാനല്ലേ ഉള്ളൂ. ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും മണം, ഈ രണ്ട് മണമാണ് ഓപ്പണിങ്ങിൽ വരുന്നത്. ഓറഞ്ചും നാരങ്ങയും ചേരുമ്പോൾ കിട്ടുന്ന ഒരുതരം ജ്യൂസി സിട്രസി ഓറഞ്ചി സ്മെൽ. വളരെ ക്രീമി ആയിട്ടുള്ള ഓറഞ്ചി സിട്രസി സ്മെൽ. ഒപ്പം സീ നോട്ട്സ്, അതായത് നമുക്ക് ആ ഒരു കടൽ തീരത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഓഷൻ ബ്രീസ്, ആ ഒരു നോട്ട്, അതിൽ ആ ഒരു ശുദ്ധവായു, കടലിൽ നിന്ന് വീശിയടിക്കുന്ന ഉപ്പുകാറ്റിൻ്റെ ആ ഒരു ബ്രീസ്, ആ ഒരു തലോടൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം ഇതിൽ സീ നോട്ട്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഗ്രീൻ നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു പച്ചപ്പിൻ്റെ മണം, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വെജിറ്റേഷൻ ഉള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരുതരം പച്ചപ്പിൻ്റെ മണമുണ്ടല്ലോ, അതാണ് ഗ്രീൻ നോട്ട്സ്. ആ ഒരു നോട്ട് നമുക്ക് കിട്ടും. പിന്നെ ബേസ് നോട്ടിൽ വരുമ്പോൾ സൈപ്രസ് കൊടുത്തിട്ടുണ്ട്, മസ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കിട്ടുന്നത് ഒരു മസ്കിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. മസ്ക് എന്ന് പറയുന്നത് ഈ ഒരു പെർഫ്യൂമിനെ സംബന്ധിച്ച് മസ്കിൻ്റെ മണം എനിക്ക് കിട്ടുന്നത് ഒരു ക്രീമി, അല്ലെങ്കിൽ ഒരു ബട്ടർ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു പാലിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക, ക്രീമി സിട്രസി സ്മെല്ലായിട്ട് മാറുന്നുണ്ട്. എനിക്ക് ഷനൈൽ, അല്ലൂർ ഹോം സ്പോട്ട് എക്സ്ട്രീം, അതുപോലെ തന്നെ വെർസാച്ചെ, പോർ ഹോം, ഇതിൻ്റെയൊക്കെ വളരെ ഒരു സിമിലാരിറ്റി എനിക്ക് ഈ ഒരു പെർഫ്യൂമിൽ കിട്ടുന്നുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ എനർജൈസ് ചെയ്യുന്ന, നമ്മുടെ മൂഡിനെ ഡൗൺ ആയിട്ടിരിക്കുന്ന നമ്മുടെ മൂഡൊന്ന് മാറ്റി വളരെ ഹാപ്പി ആക്കുന്ന, വളരെ നമ്മുടെ ഇന്നർ തോട്ട്സ് നമുക്ക് സന്തോഷം പകരുന്ന ഒരു തരം DNA. പേരിൽ അങ്ങനെയാണ്, ക്ലിനിക് ഹാപ്പി ഫോർ മെൻ. ആളുകളെല്ലാവരും ഹാപ്പി ആവുന്ന തരത്തിലുള്ളൊരു DNA. ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് തന്നെ സ്വിങ് ആയി, വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയോ നിരാശ കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിന് പെട്ടെന്നൊരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുമ്പോൾ അതൊക്കെ നിസാരമാണ്, അതൊക്കെ ഒന്നുമില്ല, അതൊക്കെ തരണം ചെയ്യാനേ ഉള്ളൂ എന്നൊരു ഫീൽ കിട്ടുന്ന ഒരു തരത്തിലുള്ളൊരു മണം. അതായത് നമുക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാതെ പുറത്തേക്ക് ഉന്തിത്തള്ളി വിടുന്ന തരത്തിലുള്ളൊരു മണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിങ്. ഈ ഒരാഴ്ചയൊക്കെ തകർത്ത് പെയ്യുന്നൊരു മഴയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ മഴയൊക്കെ ഒന്ന് തോർന്ന് മാനം തെളിഞ്ഞ്, എന്നാൽ വെയിലുണ്ടാകാം പക്ഷേ വലിയ തണുപ്പില്ല, വെയിലുണ്ടാകാം എന്നാൽ അല്പം തണുപ്പൊക്കെ ഉള്ള ഒരു പ്രഭാതം, അല്ലെങ്കിൽ ഒരു ഉച്ച സമയം. എനിക്ക് പൊതുവെ അത്തരം സീസൺ എനിക്ക് ഓർമ്മ വരുന്നത് ഒക്ടോബർ കഴിഞ്ഞിട്ട് നവംബർ ഡിസംബറിലേക്ക് എത്തുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു സീസൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സീസണാണ്. പെർഫ്യൂമൊക്കെ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച്
പകൽ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂംസൊക്കെ ആ ഒരു സീസണിൽ പ്രത്യേക ഒരു മണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അന്നേരം ആകാശമൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ തൊടിയിലൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ പൂക്കാൻ തുടങ്ങും, കുറച്ച് പൂക്കളൊക്കെ ഉടർന്നിരിക്കും. പുറത്തൊക്കെ നമുക്ക് ഇറങ്ങാനൊരു സുഖമാണ്. ഒരു തണുത്ത കാറ്റ് വീശും. ഡിസംബർ അല്ലെങ്കിൽ നവംബർ മാസത്തിൽ ചെറിയൊരു തണുത്ത ഒരു ഫീൽ, ഒപ്പം തെളിഞ്ഞ ആകാശവും, മനസ്സ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഒക്കേഷൻ. ആ സമയങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ഡ്രസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ. പുറത്തൊക്കെ പോകാനും ജസ്റ്റ് ഒരു ട്രിപ്പൊക്കെ ഒന്ന് പോയിട്ട് വരാനൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സീസൺ ആ ഒരു സമയമാണ്. വർക്കലയിലൊക്കെ, ഇവിടെ നിന്ന് തൊട്ടടുത്ത് വർക്കലയിലൊക്കെ പോകാനും ഒക്കെ ഞാൻ ഈ ഒരു സീസണാണ് തിരഞ്ഞെടുക്കുന്നത്. പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെയാണ് എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ഒരു വെയിലുള്ള എന്നാൽ തണുപ്പുള്ള ഒരു പകൽക്കാലം. ആ പകൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം, ഈ പറഞ്ഞ ആ ഒരു മസ്കിൻ്റെ മണം നമുക്കൊരു ക്രീമി, എനിക്ക് അല്ലൂർ ഹോം സ്പോട്ടുമായിട്ട് വളരെയേറെ സാമ്യം തോന്നുന്നുണ്ട്. ഇത് 1999 ഇറങ്ങിയതെങ്കിലും ഇതൊരു 10-15 വർഷം കഴിഞ്ഞാലും ഒരിക്കലും ഒരു ക്ലാസിക് തരത്തിലോ അല്ലെങ്കിൽ ഒരു ഓൾഡ് മാൻ ടൈപ്പോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു DNA ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇനി ഒരു 2050 ഇറങ്ങിയാലും അന്നും ഈ ഒരു പെർഫ്യൂം കൊള്ളാം എന്ന് പറയുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഷനേൽ അല്ലൂർ ഹോം സ്പോട്ടിൻ്റെ കാര്യം എടുത്താലും, ഡിയോർ സവാഷിൻ്റെ കാര്യം എടുത്താലും, ബ്ലൂഡേ ഷാനലിൻ്റെ കാര്യം എടുത്താലും, അങ്ങനെയൊക്കെ ഡിലം ബ്ലൂ, വെർസാച്ചെ കോർ ഹോം, ലൈറ്റ് ബ്ലൂ ഇൻറ്റൻസ്, ഇത്തരം പെർഫ്യൂമുകളൊക്കെ ഏത് കാലഘട്ടത്തെയും അതിജീവിക്കുന്ന തരത്തിലാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത്. അത് അന്നും മാർക്കറ്റിൽ റിലവൻ്റ് ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഇത് ഡ്രൈ ഡൗണിൽ വരുമ്പോൾ ഇവിടെയും ഒരു പൂവിൻ്റെ ഒരു മണമുണ്ട് കേട്ടോ. ഡ്രൈ ഡൗണിലാണ് ആ ഒരു മണം വരുന്നത്. പക്ഷേ അത് നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല. ദൂരെ നിന്നൊരു കാറ്റ് വീശുമ്പോൾ ഒരു മണം കിട്ടും. ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ മണമുള്ള പൂക്കളുടെ ഒരു മണം ദൂരെ നിന്ന് വീശുമ്പോൾ നമുക്ക് കിട്ടത്തില്ല ഒരു ഫീൽ. ഇവിടെ നിന്ന് ഒരു പൂക്കളുടെ മണം അതുപോലെ ബോഡിയിൽ അടിച്ചിട്ടുണ്ടെങ്കിലും സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു മണം, അത് ലില്ലി ഓഫ് ദ വാലി അതായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇതൊരു പൂവിൻ്റെ ഒരു മണം വരുന്നുണ്ട്. അതൊരു സ്വീറ്റ് നോട്ടിനോട് ചേർന്ന് ഈ ഒരു പൂവിൻ്റെ മണവും ആ ഒരു മണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ഡൗണിലാണ് ആ ഒരു മാജിക് അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മണം എന്തൊക്കെയോ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ, സമ്മർ സീസണിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു ഒരു പൂവിൻ്റെ മണം. അത് ഏത് മണം ആണെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. റോസാണോ, ലില്ലി ഓഫ് ദ വാലി ആണോ, ഫ്രീസിയ ആ ഒരു സമ്മർ പൂവിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു മണം എവിടെന്നോ ഇങ്ങനെ വീശുന്നത്, ഒരു മഞ്ഞ കളർ നിറത്തിലുള്ള, ഒരു ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവിൻ്റെ ഒരു മണം, ദൂരേന്ന് വീശുന്ന പോലൊരു മണം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് ഡ്രൈ ഡൗണിലാണ്. അത് മിഡിൽ നോട്ട് കഴിഞ്ഞ് ഡ്രൈ ഡൗണിലേക്ക് എത്തുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ, അല്പം ഒരു സ്വീറ്റ് ആയിട്ടുള്ള നോട്ടുമുണ്ട്. ആ ഒരു ക്രീമിനെസ്, ഒപ്പം ഈ ഒരു ദൂരെ വീശുന്ന ഒരു പൂവിൻ്റെ ഒരു മണം അത് കിട്ടുന്നുണ്ട്. ഇത് വല്ലാത്തൊരു അനുഭൂതി കേട്ടോ. ചില തിയേറ്ററിലൊക്കെ ഈ ഒരു മണം AC ഇട്ട് തണുപ്പ് വരുന്ന സമയത്ത് ഈ ഒരു മണം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മണം റിമൈൻഡ് ചെയ്യിപ്പിക്കാറുണ്ട്. ഈ ഒരു മണം കിട്ടാൻ തന്നെ ചില തിയേറ്ററിലൊക്കെ ഞാൻ പോകാറുണ്ട്. കാരണം ഈ ഓറഞ്ച് അല്ലെങ്കിൽ സിട്രസ് ബേസ് ചെയ്തിട്ടുള്ള ഏതൊരു മണവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണമാണ്. നമുക്ക് ഒരു അനുഭൂതി തരുന്ന അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള DNA ആണ്. ചില മണങ്ങൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തലവേദന അല്ലെങ്കിൽ മൂഡ് മാറുന്ന തരത്തിലുള്ള ചില നോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വളരെ ബ്രൈറ്റാണ്. നമുക്കൊന്ന് ചാടി എഴുന്നേൽപ്പിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജി തരുന്ന, ഒരു പവർ തോന്നുന്ന ഒരു മണം. ഇത് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ ഫോർ മെൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം, എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു നല്ലൊരു ഓഫ് വൈറ്റ് ലിനൻ ഷർട്ട്, ഒരു ബ്ലൂ ജീൻസ്, സ്കിന്നി അല്ലാത്ത അല്പം ലൂസൊക്കെ ഉള്ള ഒരു സാധാരണ ഒരു ജീൻസ്, ബെൽറ്റ് ഇടാതെ ഇൻഷർട്ട് ചെയ്ത് ഒരു ഷൂസൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ജസ്റ്റ് പുറത്തിറങ്ങുന്ന ആ ഒരു ഫീലാണ്. കൂടെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നല്ല ചുരിദാറൊക്കെ ഇട്ട് ഒരു പക്കാ ജെൻറ്റിൽമാൻ ടൈപ്പുമാണ്, എന്നാൽ ഒരു അഡ്വഞ്ചറായിട്ടുള്ള ടൈപ്പുമാണ്. ഇത് ഏത് കാറ്റഗറിയിലുള്ളവർക്കും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വളരെ ഇനോഫെൻസീവാണ്. ഓറഞ്ചിൻ്റെ മണമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനോഫെൻസീവാണ്, സിമ്പിളായിട്ടുള്ള DNA, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വലിയ രീതിയിലുള്ള നോട്ട് ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ആ ഒരു മണം തന്നെയാണ് ഓപ്പണിങ്ങിൽ കിട്ടുന്ന ആ ഒരു നോട്ട്സ്, ഓറഞ്ച്, ലൈം, പിന്നെ ക്രീമി ടച്ച്, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മണം. പ്രത്യേകിച്ച് ഒരു പൂക്കളുടെയോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഡെപ്തിലേക്കൊന്നും ഈ മണം പോകുന്നില്ല. വളരെ സിമ്പിൾ എന്നാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിമ്പിൾ മേക്കിംഗ്. നമുക്ക് വെറുക്കാൻ അല്ലെങ്കിൽ ഇതിനോടൊരു വെറുപ്പ് തോന്നിക്കേണ്ട തരത്തിലുള്ള ഒന്നുമില്ല. ചില പെർഫ്യൂമിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും. പക്ഷേ ഇതിന് അങ്ങനെ ഒരു മിസ്റ്റേക്കും ഇല്ലാത്ത വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു DNA, ഒരു കുപ്പി നിറയെ ഒരു സമ്മർ വൈബ്, സമ്മർ ഫീൽ. നമുക്ക് ചൂട് അല്ലെങ്കിൽ സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ചൂടും അത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ഒക്കേഷനൊക്കെ മനസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ, ആ ഒരു എന്താ പറയുക, വികാരങ്ങളൊക്കെ നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ബോട്ടിൽ, സമ്മർ ഫീൽ. പ്രത്യേകിച്ച് ഈ ഒരു അക്വാറ്റിക് ടൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക്
ഈ കടലാസ് പൂക്കളും നല്ല പോലെ തെളിഞ്ഞു നിൽക്കുന്ന ആകാശവും വൈറ്റ് കളർ കെട്ടിടങ്ങളും പിന്നെ അധികം തിരക്കില്ലാത്ത റോഡും അവിടേക്ക് നടന്നു പോകുന്ന യാത്രയും ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഒരു ഗോവൻ ടച്ച്, വർക്കല ഫീൽ തരുന്ന ഒരു പെർഫ്യൂം. വളരെ ഹാപ്പി, പറഞ്ഞ പോലെ തന്നെ ഹാപ്പി കിട്ടുന്ന ഒരു പെർഫ്യൂം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു മണം. ഷാനിൽ അല്ലൂർ ഹോം സ്പോട്ട് എൻ്റെ ഒരു സിഗ്നേച്ചർ പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫ്യൂം എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൊരു പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ പലരും കമൻറ്റിൽ പറയുന്നുണ്ട് അത്യാവശ്യം ലോങ്ജിവിറ്റി കുറവാണ്, ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ കമൻറ്റിൽ കണ്ടു. കുറച്ചൊക്കെയും ശരി തന്നെയാണ്. പക്ഷേ എനിക്കറിയില്ല, എന്തോ എന്നെ സംബന്ധിച്ച് ഈ പെർഫ്യൂം എനിക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്തു. എനിക്ക് പിറ്റേ ദിവസവും എൻ്റെ ഷർട്ടിൽ ആ ഒരു ക്രീം ചേർന്നിട്ടുള്ള ഒരു ഓറഞ്ചും ക്രീമും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മസ്കി സ്മെല്ല് എനിക്ക് പിറ്റേ ദിവസവും എൻ്റെ ഷർട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ലാസ്റ്റിംഗ് ഉള്ളതായിട്ടൊരു ഫീൽ കിട്ടി. കയ്യിലും കുറേ നേരം നിന്ന് ഒരു 5-6 മണിക്കൂർ എൻ്റെ കയ്യിൽ ഈ ഒരു മണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഡ്രൈ ഡൗൺ നന്നായിട്ട് എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ പൊതുവേ ലോങ്ജിവിറ്റി ഇല്ലാന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ എങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് നന്നായിട്ട് കിട്ടിയിരുന്നു. കുഴപ്പമില്ലാത്തൊരു ലോങ്ജിവിറ്റി ഒരു സമ്മർ പെർഫ്യൂമിനെ സംബന്ധിച്ച് കിട്ടി. അപ്പോൾ ലോങ്ജിവിറ്റി കൺസിഡർ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് ഒരു നിരാശനായേക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, പെർഫ്യൂം ഒരിക്കലും പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ലോങ്ജിവിറ്റി അല്ലെങ്കിൽ കോംപ്ലിമെൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും ഒരു പെർഫ്യൂമിനെ സമീപിക്കരുത്. ഫലം നിരാശയായിരിക്കും. കാരണം വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പൈസ മുടക്കുന്ന ആരാണോ അവരാണ് എൻജോയ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, ഒരു ഷൂ വാങ്ങുക, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ താല്പര്യം നോക്കിയിട്ടാണോ വാങ്ങുന്നത്? അല്ല, നമ്മുടെ ഇഷ്ടത്തിനല്ലേ. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വിഷയമായിട്ട് വരുന്നത്? നമ്മുടെ സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് മണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളത്. അതിനപ്പുറം ബാക്കി എക്സ്ട്രാ ഒരു ആഡ് ഓൺ ആണ് ഈ കോംപ്ലിമെൻറ്റും മറ്റ് ഫാക്ടറുകളൊക്കെ. അപ്പോൾ നമുക്ക് പേഴ്സണൽ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ. അതൊരിക്കലും മറ്റൊരാളുടെ അഭിപ്രായം നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. നമുക്ക് ഇഷ്ടപ്പെടുക. അതിനുശേഷം എക്സ്ട്രാ കിട്ടുന്ന ഒരു പാക്കേജാണ് ഈ പറയുന്ന കോംപ്ലിമെൻറ്റും. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ മണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മണമാണ് എന്നെ ഓർമ്മിപ്പിക്കേണ്ടത്. കുറേ ലോങ്ജിവിറ്റിയും കുറേ പ്രൊഡക്ഷനും ഉണ്ടായിട്ടും മണം വളരെ ചീപ്പ് സ്മെല്ലാണെങ്കിൽ, വളരെ കുത്തുന്ന മണമായിട്ടാണെങ്കിൽ എന്ത് ഫലമുണ്ട്? അതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് മണത്തിന് ഞാൻ 1ാം സ്ഥാനം കൊടുക്കും. മണം നല്ലതാണോ, നല്ല മേക്ക് ചെയ്തിട്ടുണ്ടോ, നല്ലപോലെ മേക്ക് ചെയ്തിട്ടുണ്ടോ, അത് മാത്രമാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുഴപ്പമില്ലാത്ത ലോങ്ജിവിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതും അങ്ങനെ വേണം ഒരു പെർഫ്യൂമിനെ തിരഞ്ഞെടുക്കുക. അല്ലാതെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു പെർഫ്യൂമിനെ നിങ്ങൾ വിലയിരുത്തരുത്. അത് തെറ്റാണ്. ഓരോ പെർഫ്യൂമിനും ഓരോ ഒക്കേഷനുണ്ട്, ഓരോ സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഡിമാൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ചൊരു ഫീൽ കിട്ടൂ. അപ്പോൾ ലോങ്ജിവിറ്റി പലരും മോഡറേറ്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് അടിക്കുക. ഒരു പെർഫ്യൂമും പെർഫോം ചെയ്യാതിരിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ലാസ്റ്റ് ചെയ്യും, നല്ലപോലെ ലോങ്ജിവിറ്റി കിട്ടും. ഒരു 15 സ്പ്രേ, സമ്മർ പെർഫ്യൂമിൻ്റെ ഒക്കെ ഒരു സ്പ്രേ എന്ന് പറയുന്നത് 15 സ്പ്രേ ഒക്കെയാണ്. അപ്പോൾ പലരും റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം 15 സ്പ്രേ ഒക്കെ മിനിമം പറയുന്നത്. അപ്പോൾ അത്രയും ഉപയോഗിക്കുക. അത് യൂറോപ്പിലെ കാലാവസ്ഥയിൽ പോലും അത്രയും യൂസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ എന്തുമാത്രം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സമ്മർ പെർഫ്യൂംസ് ഒക്കെ ഓവർ സ്പ്രേ ചെയ്യണം. കോംപ്ലിമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓവർ സ്പ്രേ ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ അത് ഓവർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കും ലോങ്ജിവിറ്റി. പിന്നെ ഒക്കേഷൻ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ ഒരു മണം ഏതൊരു ഒക്കേഷനിലും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം. കോളേജിൽ പോകുമ്പോൾ, ഇൻ്റർവ്യൂ, ഓഫീസ്, ജോലി സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. അതുപോലെ പുറത്തോട്ടൊക്കെ പെട്ടെന്ന് വെയിലത്തോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത്തരം ഒക്കേഷനിൽ ഉപയോഗിക്കാം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ യാത്ര, ബീച്ച്, ജിമ്മിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. ജിം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ബൈക്കിലൊരു യാത്ര പോകുക, സൈക്ലിംഗ് ചെയ്യുന്ന അത്തരം ഒക്കേഷനിലൊക്കെ നല്ല വെയിലുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയൊരു പെർഫ്യൂമായത്. ഇതൊക്കെ ഇത്തരം ഒക്കേഷനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കാലാവസ്ഥ എൻ്റെ അഭിപ്രായത്തിൽ നല്ല വെയിൽ വേണം. ചിലപ്പോൾ ചില പെർഫ്യൂമൊക്കെ വെയിൽ തട്ടിയാൽ മാത്രമേ പ്രൊജക്ഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് വെർസാച്ച ഓ ഫ്രഷ് ഇതുപോലുള്ള പെർഫ്യൂം, ഡിലം ബ്ലൂ, ഇത്തരം പെർഫ്യൂമൊക്കെ കൂടുതൽ പഴുക്കണം. വെയിൽ കൊണ്ട് ചുട്ടു പൊള്ളിയാൽ മാത്രമേ ഈ മണം പുറത്തേക്ക് വരും. അപ്പം ഇത് തന്നെയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ചും പറയാനുള്ളത്. കൂടുതൽ വെയിൽ തട്ടണം, എങ്കിൽ മാത്രമേ പ്രൊജക്ഷൻ ഉണ്ടാവും. അപ്പോൾ വെയിലുള്ള സമയത്ത് ഉപയോഗിക്കുക. വൈകുന്നേരങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഒരുപാട് തണുപ്പുള്ള സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം സിട്രസി നോട്ടുള്ളത് കൊണ്ട് ഒരുപാട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഒരു മാക്സിമം ഒരു 5 മണി വരെയുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. സിട്രസ് അല്ലെങ്കിൽ ഫ്രഷ് ഫീല് കിട്ടുന്ന അത്തരം മണങ്ങളോട് താല്പര്യമുള്ള ആർക്കും ഇത് ഉപയോഗിക്കാം. അത് മുതിർന്നവരായിക്കോട്ടെ, പ്രായത്തിൽ കുറഞ്ഞവരായിക്കോട്ടെ, യൂത്ത് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, യൂസ് ചെയ്യാം. അങ്ങനെ പ്രായം നിലയൊന്നുമില്ല, ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇത് വളരെ യൂണിസെക്സ് ആണ്. ഇപ്പോൾ ഗേൾസ് പൊതുവേ ഇഷ്ടപ്പെടുന്നത് ഫ്രഷ് മണങ്ങൾക്കാണ്. അവരെ സംബന്ധിച്ച് വളരെ ഒരു ആണിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് വളരെ ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ആ ഒരു ക്ലീൻ ഫീൽ തരുന്ന ഒരു നോട്ടായതുകൊണ്ട് തന്നെ ഗേൾസിന് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ യൂണിസെക്സ് ആണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും കോംപ്ലിമെൻ്റൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്യാം. അപ്പോൾ വളരെ യൂണിസെക്സ് ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിച്ചു, അല്ലെങ്കിൽ അത് ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ ഈ ഒരു വൈബ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഒരു 4000-4000 നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ 4000-400 ആ റേഞ്ചിൽ വരുന്നൊരു പെർഫ്യൂമാണ്.
അപ്പോൾ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും ഇതൊന്നും വിഷയമല്ല. നല്ലൊരു ഫ്രഷ് മണമാണ് താല്പര്യമെങ്കിൽ ഈ ഒരു പെർഫ്യൂം വാങ്ങാം. അതുപോലെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ പെർഫ്യൂം റെക്കമെൻഡ് ചെയ്തവരും അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയവർ, ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. താങ്ക് യു സോ മച്ച്.